ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, ഇന്ന് ലൂമൻ ക്രിസ്റ്റിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ സംവദിക്കുന്ന വിഷയം യുവജനങ്ങളിലെ തനിമയെക്കുറിച്ചുള്ള അന്വേഷണ ത്വര. എന്താണ് തനിമ? ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ അതിന് വിവിധങ്ങളായ വശങ്ങൾ നമുക്ക് പറയാനും ധ്യാനിക്കാനുമുണ്ട്. എന്താണ് ഒരു വ്യക്തിയുടെ തനിമ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക? നമുക്കറിയാം, യൂത്ത് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് 18 വരെയുള്ള കൗമാരപ്രായക്കാരുടെ ഒരു ഗണം. രണ്ടാമത്തത് 18-നും 35-നും ഇടയിലുള്ള യുവതി യുവാക്കളുടെ ഒരു യുവജനങ്ങളുടെ ഒരു ഗണം. ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് യുവതി യുവാക്കളെയാണ്. 18-നും 34-നും ഇടയിലുള്ള ഒരു ഗണം. ഇപ്പം നിങ്ങളുടെ എക്സ്പ്ലോറേറ്ററി സ്റ്റേജിലേക്ക്, തനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അന്വേഷണത്തിലേക്ക് ഈ ഏജിലുള്ള ഞാൻ ഒന്ന് ഊളയിട്ട് നടക്കാൻ ശ്രമിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും കാര്യങ്ങളും നിവാരണങ്ങളും ഡിസ്കഷനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവാം. ഞാനിവിടെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കണ്ടു, ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ തനിമയെ അന്വേഷിച്ചുള്ള ഒരു ജീവിത പ്രയാണം. ഇത്രയും കാലം കൗമാരപ്രായത്തിലായിരുന്ന നിങ്ങൾ ഇന്ന് വയസ്സ് 18ആയി. ഇനിയിപ്പോൾ മാതാപിതാക്കളുടെ വലിയ സ്വാധീനമൊന്നും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് നമ്മുടേതായ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവും പ്രാപ്തിയും പക്വതയൊക്കെ വന്നു എന്നൊരു തോന്നൽ ചിലർ വയസ്സൊക്കെ ആയിട്ടും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സാധ്യതയും കാണാതെ മാനസികമായിട്ട് തകർന്നും തളർന്നും കഴിയുന്ന മക്കളും എന്നെ കേൾക്കുന്നുണ്ടാകാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ എറിക്സൺ അദ്ദേഹത്തിൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റൽ സ്റ്റേജിനെ കുറിച്ച് 8 ഘട്ടങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഈ 8 ഘട്ടങ്ങളിൽ യുവത്വ കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 20 വയസ്സ് തുടങ്ങി 34 വയസ്സ് വരെ, അല്ലെങ്കിൽ 18 വയസ്സ് തുടങ്ങി 34 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലെ അദ്ദേഹം പറയുന്നത് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഒന്നുകിൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനോടുള്ള ആഴമായ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ട് ആരുമില്ലല്ലോ എന്നെ മനസ്സിലാക്കാൻ, ആരുമില്ലല്ലോ എന്നെ സ്നേഹിക്കാൻ, എനിക്ക് ആരെയും കിട്ടില്ലല്ലോ, ഞാൻ ഒറ്റയാണല്ലോ, ഞാൻ ഇങ്ങനെ എത്തിയില്ലല്ലോ, അങ്ങനെ ഒരു ദുഃഖം തോന്നുന്ന ഒരു കാലഘട്ടം. അദ്ദേഹം എപ്പോഴും സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റൽ സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ ഈ സ്റ്റേജിനെ പറയുന്നത്. അതുകൊണ്ട് എറിക്സൺ ആ ലെവലിൽ പറയുന്നത്. നമ്മളത് മാത്രം കണ്ടാൽ പോരാ, നമുക്ക് ബാക്കിയുള്ളതും കൂടി കാണാം. ഈ ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ എന്ന ഒരു ക്രൈസിസ് ആണ് ഈ ഏജിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ, മറക്കാതിരിക്കുക ഈ 2 കാര്യം. ഒന്നുകിൽ ഇൻറ്റിമസി അല്ലെങ്കിൽ ഐസൊലേഷൻ. ഇൻറ്റിമസി കിട്ടിയ ആളുകൾ ഈ ഏജിൽ എനിക്ക് നല്ല ഒരു ഇൻറ്റിമസി കിട്ടി എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടും. എന്നാൽ 1, 2, 3, 4 കൊല്ലം കഴിയുമ്പോൾ ആകെ ഫെയിലിയർ ആകുന്നു. അപ്പോൾ എന്ത് പറ്റി എൻ്റെ ഇൻറ്റിമസിക്ക് എന്ന് അപ്പോഴാണ് നമ്മൾ നോക്കുന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ച് നമ്മൾ കുറേ കാലം ഓടി, പക്ഷെ നമുക്ക് പിന്നീട് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ വരും. ഇപ്പം യഥാർത്ഥത്തിൽ ഒരു ഐഡൻറ്റിറ്റി അച്ചീവ് ചെയ്ത വ്യക്തിയുടെ ഇൻറ്റിമസിക്ക് വ്യത്യാസമുണ്ട്. യഥാർത്ഥത്തിൽ ഐഡൻറ്റിറ്റി അച്ചീവ് ചെയ്യാത്ത, അതായത് ഐഡൻറ്റിറ്റി ക്ലാരിറ്റി കിട്ടാത്ത ഒരു യുവതി അല്ലെങ്കിൽ ഒരു യുവാവ് ഇൻറ്റിമസിയിലേക്ക് പോകുന്നത് എങ്ങനെ, ഐഡൻറ്റിറ്റി ക്ലാരിറ്റി കിട്ടിയ ഒരാൾ എങ്ങനെ ആ ഇൻറ്റിമസിയിലേക്ക് പോകും, ഇത് രണ്ടും നമുക്കൊന്ന് നോക്കാവുന്നതാണ്. അത് കിട്ടാത്ത ആളുകൾ എങ്ങനെ, ഐസൊലേഷനെ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യും, ഇത് നമ്മുടെ ക്രൈസിസ്, ഈ ഏജിൻ്റെ പ്രധാനപ്പെട്ട ക്രൈസിസ് എന്ന് എറിക്സൺ പറയും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു വെർച്യൂ, ആ വെർച്യൂവിനെ നമുക്ക് ലവ് എന്ന് വിളിക്കാം. സ്നേഹത്തിൽ ഞാൻ പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് എൻ്റെ ഐഡൻറ്റിറ്റി ക്ലാരിറ്റി എനിക്ക് കിട്ടുക. ആ ക്ലാരിറ്റി കിട്ടിയ ആളുകളാണ് ഇൻറ്റിമസി ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഹൃദയപൂർവ്വമായിട്ടുള്ള ഒരു ബന്ധമായിട്ട് നമുക്കതിനെ വളർത്താനായിട്ട് സാധിക്കുക എന്ന് മക്കൾ ഓർത്തിരിക്കണം. ഇനി നമുക്കറിയാം, കൗമാരപ്രായം എന്നത്, കൗമാരപ്രായം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 12 വയസ്സിന് 18 വയസ്സിന് ഇടയിലുള്ള കാലം. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം, ഈ കൗമാരക്കാലം എന്നത് 18 വയസ്സിൽ നിൽക്കണില്ല. അതാണ് ഒരു പ്രശ്നം. കാരണം ഇപ്പോഴും കുഞ്ഞുങ്ങൾ അമ്മയുടെ ചുറ്റും കൂടി നടക്കണ ആ ഒരു പ്രായത്തിൽ നിൽക്കുകയാണ്. ആ പ്രായത്തിൽ നിന്നാണ് കാലത്തിലേക്ക് പോയത്. കൂട്ടുകാരായിട്ട് ഇടപെട്ട് അങ്ങനെ ഓടി നടക്കുക. ഒരു വലിയ ഒരു ഫോക്കസ്ഡ് ലൈഫിലേക്ക് പോവാത്ത ഒരു കാലമാണ് കൗമാരക്കാലം. ഈ കൗമാരക്കാലം 18 വയസ്സിൽ വിട്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി യുവത്വ കാലഘട്ടത്തിലേക്ക് കടക്കേണ്ട നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ യുവത്വ കാലഘട്ടത്തിലും കൗമാരക്കാലത്തിൻ്റെ പ്രത്യേകതകളിൽ തങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നം
എൻ്റെ കൗൺസിലിംഗ് ഫീൽഡിൽ എക്സ്പീരിയൻസിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അഡോളസെൻ്റ് ഏജ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ദ പീരീഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെസ്, സംഘർഷങ്ങളും കാറ്റും കൊടുങ്കാറ്റും നിറഞ്ഞൊരു കാലമാണെന്ന് സ്റ്റാൻലി ഹോൾ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ശരിയാണെന്ന്. കാരണം ഇത്ര കാലം കൗമാരപ്രായത്തിൽ എത്തണവരെ പേരൻസിൻ്റെ വലിയ സ്നേഹത്തിൽ കഴിഞ്ഞു, തണലിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി അവരുടെ ഇതൊന്നും വേണ്ട എനിക്ക്, ഇവരൊക്കെ എന്നോട് തന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ വലുതായില്ലേ എന്നൊക്കെ ഒരു വിചാരമൊക്കെ വന്നിട്ട് നമ്മൾ തന്നെ ഓടാൻ തുടങ്ങും. അങ്ങനെ ഓടാൻ തുടങ്ങുമ്പോഴാണ് 100,000 പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരിക. അപ്പോൾ നമുക്ക് ആകെ സംഘർഷഭരിതമാകുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ കൗമാരക്കാലം എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് മറ്റൊരു പ്രശ്നം ഈ ഏജിൽ വരാവുന്നത്, ഞാൻ നൈദർ എ ചൈൽഡ് നോർ എൻ അഡൽട്ട്, അതായത് ഞാനൊരു കുട്ടിയല്ല എന്നാൽ അഡൽട്ടും ആയിട്ടില്ല, കുട്ടിത്വം വിടുകയും ചെയ്തു, അഡൽട്ട് ഒട്ടായിട്ടു എന്ന് മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല. അതായത് ചിലപ്പോൾ അമ്മ പറയും, എന്തുകൊണ്ടാണ് നീ ഈ കുഞ്ഞിനെ കൊച്ചുകിടാങ്ങളുടെ പോലെ നീ ഇങ്ങ് തുള്ളാൻ നടക്കണം ഇത്രയും പ്രായമൊക്കെ ആയിട്ടെന്ന് പറയും. അപ്പോൾ നമുക്ക് ആകെ പ്രയാസമായി, അത് ശരി, അപ്പോൾ ഞാൻ വലുതായി അല്ലേ എന്ന് തോന്നും. മീശൊക്കെ ഒന്ന് പിരിച്ചു നോക്കും നമ്മൾ വലുതായി എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ചില നേരത്ത് പറയും, എന്തുകൊണ്ടാണ് നീ ഇരുന്നിട്ട് കാലം നീട്ടിയാൽ മതി, നീ എവിടെ ഇരിക്കി, നീ വലുതായിട്ടൊന്നുമില്ല, ഇപ്പം നീ ഡിസിഷൻ ഇവിടെ അപ്പനുണ്ട് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ഫീലിങ്ങിൽ നിങ്ങൾ പോകും. ചില സമയത്ത് നിങ്ങൾ ഡിപ്രഷൻ അടിക്കും, ചില സമയത്ത് നിങ്ങൾക്ക് വലിയ വിജയമായിരിക്കും. അങ്ങനെ കുട്ടിപ്രായം വിട്ടിട്ടില്ല, എന്നാൽ കൗമാരപ്രായത്തിലേക്ക് എത്തിയിട്ടില്ല. ഇനി തിരിച്ചു പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഏജുമായിട്ട് പറയുകയാണെങ്കിൽ കൗമാരപ്രായമായിട്ട് വിട്ടിട്ടില്ല, എന്നാൽ അഡൽട്ടായെന്നുള്ളൊരു മോഹം. ഇത് രണ്ടും കൂടി മിക്സ്ഡ് ഫീലിങ്ങിലേക്ക് മക്കൾ പോകാനായിട്ട് ഈ കാലഘട്ടത്തിൽ സാധ്യതയുണ്ട്. മറ്റൊരു ഈ ഏജിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് ഇൻസ്റ്റബിലിറ്റി. ഈ കുരങ്ങിനെ പോലെയാണ്. കുരങ്ങനെ എങ്ങനെയാണ്, ഒരു മാവും വരിക്കുമ്പോൾ നല്ല സുന്ദരമായ പഴങ്ങൾ കാണുമ്പോൾ അതിനെയൊക്കെ രുചിച്ച് മണത്ത് തിന്നൊക്കെ നോക്കി അത് കഴിയുമ്പോൾ തോന്നും അടുത്ത മാവുമിയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് തൊട്ട ചാട്ടം. ഇങ്ങനെ ചാടിക്കളിക്കുന്ന ഒരു കാലമാണ് ഈ കൗമാരക്കാലം. അപ്പോൾ ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് ഇൻസ്റ്റബിലിറ്റി. ഓർത്തിരിക്കുക, ഒരു സ്റ്റേബിൾ ആയിട്ടൊരു കാര്യത്തിൽ നിലനിൽക്കാൻ പറ്റില്ല. ഒരു ധ്യാനത്തിന് പോയി 2 ആഴ്ച അടിപൊളി, അത് കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞാൽ പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ മോസ്റ്റ് സെൽഫ് ഫോക്കസ്ഡ് ലൈഫ്. യഥാർത്ഥത്തിൽ ഐഡൻറ്റിറ്റി അച്ചീവ്മെൻറ്റ് കിട്ടിയ ആളുകൾക്ക് ഭയങ്കര സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫിൻ്റെ കാലഘട്ടമാണ് യുവത്വ കാലഘട്ടം. ഒത്തിരി സാധ്യതകൾ നിറഞ്ഞിരിക്കുന്ന മക്കളാണ് നിങ്ങൾ, ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള മക്കളാണ് നിങ്ങൾ. എന്തുമാത്രം കഴിവുകളും സാധ്യതകളും ക്രിയാത്മകതയും ഒക്കെ ഉള്ള മനുഷ്യരാണ് യുവത്വ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ. അപ്പോൾ സെൽഫ് ഫോക്കസ്ഡ് ലൈഫ് സ്റ്റേറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ ഇറ്റ് ഈസ് ദ ഏജ് ഓഫ് പോസിബിലിറ്റീസ് വെൻ ഹോപ്സ് ഫ്ലറിഷ്. പ്രതീക്ഷകൾ ഫ്ലറിഷ് ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് പോസിബിലിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. പ്രതീക്ഷകളൊന്നുമില്ല, ആകെ ഐസൊലേറ്റഡ് ആണ്, ആകെ ജീവിതം പരാജയമാണ്, എൻ്റെ ജീവിതം കട്ടപ്പുകയായി. ചില പിള്ളേർ പറയും എൻ്റെ അടുത്തോട്ട്, എൻ്റെ സിസ്റ്റർ എൻ്റെ ജീവിതം കോഞ്ഞാട്ട നക്കി, അങ്ങനെ കോഞ്ഞാട്ട പോലെയായി, അല്ലെങ്കിൽ എൻ്റെ ജീവിതം പട്ടി നക്കി എന്നൊക്കെ പിള്ളേർ പറയണ കേൾക്കാം ന്യൂ ജനറേഷൻ്റെ ഭാഷയിൽ. അപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷകളില്ലാത്ത ആളുകൾക്ക് പോസിബിലിറ്റീസ് ഇല്ല. പ്രതീക്ഷകളുള്ള ആളുകൾക്ക് എപ്പോഴും പോസിബിലിറ്റീസാണ്. അവർക്ക് എപ്പോഴും ഫുൾഫിൽ ചെയ്യാനായിട്ടൊരു ഡ്രീമുണ്ട്. അവർക്ക് ഡ്രീം ഇല്ലാത്ത ഒരു മൊമെൻ്റ് ഇല്ല. അതാണ് പ്രതീക്ഷകളുള്ള ആളുകളുടെ പ്രത്യേകത. ഇനി നമുക്ക് പറയാം, മറ്റൊരു പോയിന്റ് പറയാനുള്ളത്, ആൻ ഏജ് ഓഫ് ഐഡൻറ്റിറ്റി എക്സ്പ്ലോറേഷൻ. ഈ യുവത്വ കാലഘട്ടത്തിൽ ഏറ്റവും അധികം നമ്മളെ സ്വാധീനിക്കുന്നത് ഈ എക്സ്പ്ലോറേറ്ററി സ്റ്റേജാണ്. എക്സ്പ്ലോർ ചെയ്യാണ്, എന്താണ്, ട്രയിങ് ഔട്ട് വേരിയസ് പോസിബിലിറ്റീസ് ഞാൻ കണ്ടു, പല പോസിബിലിറ്റീസും ഞാൻ ട്രൈ ചെയ്യാണ്. ഞാൻ ഇതിലൂടെ പോയി എങ്ങനെയാണ്, അതൊന്ന് ഞാൻ നോക്കി, ഇതൊന്ന് നോക്കി. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫിലിം സ്റ്റാർസ് നോക്കി, ആരാ നിൻ്റെ ഹീറോ, അപ്പോൾ പറയും എൻ്റെ ഹീറോ ഇന്ന് ദുൽഖറാണ്, അല്ലെങ്കിൽ വിജയാണ്. അങ്ങനെ പലതരത്തിലൊക്കെ പറഞ്ഞിട്ട് കുറച്ചാൾ ഇവൻ്റെ കൂടെ നടന്നപ്പോൾ തോന്നുന്നത് ഏത് ശരിയല്ല, ഇയാൾ തോട്ടില്ല, എന്നാൽ നമുക്ക് അടുത്തത് എടുക്കാം. ഇങ്ങനെ എപ്പോഴും നമ്മൾ പോസിബിലിറ്റീസ് മാറ്റിക്കൊണ്ടിരിക്കും. പഠനത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെപ്പോഴും പറയും, ചിലപ്പോൾ നമ്മൾ പറയും എനിക്ക് ഫിസിക്സ് എടുക്കണമെന്നാണ് ഇഷ്ടം, ഞാൻ ഫിസിക്സ് എടുത്ത് പകുതിയായപ്പോൾ എനിക്ക് പറ്റണില്ല, അല്ലെങ്കിൽ ബിടെക്കാണ് എനിക്കിഷ്ടം, ബിടെക് എടുത്ത് പകുതിയായപ്പോൾ എനിക്ക് പറ്റണില്ല. അത് റിസൈൻ ചെയ്യുന്ന കുറേ പിള്ളേരുണ്ട്. എന്നിട്ട് റിസൈൻ ചെയ്തിട്ട് പോളിടെക്നിക്കിന് പോയ കുട്ടികളെ എനിക്കറിയാം. അപ്പം അങ്ങനെ നമുക്കൊരു എക്സ്പ്ലോറേഷൻ, പലതിൻ്റെ പുറകെ നമ്മൾ പോയിട്ട് ട്രൈ ചെയ്ത് ക്ലാരിറ്റി കിട്ടണം. എക്സ്പ്ലോർ ചെയ്യണമെന്നതിൽ ഒരു കുഴപ്പമില്ല, നല്ല കാര്യമാണ്. നമ്മൾ ആരാണ്ടുമ്പോൾ നമുക്ക് തന്നത് ഏച്ചു വെക്കാൻ നമ്മൾ പാടില്ല. നമുക്ക് ലഭിച്ചത് എന്താണ്, എനിക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കാൻ ട്രൈ ഔട്ട് ചെയ്യുന്നതിൽ നിങ്ങളെ ആരും കുറ്റപ്പെടുത്തില്ല, ഞാൻ കുറ്റപ്പെടുത്തില്ല ഒട്ടും. പാരൻസ് കുറ്റപ്പെടുത്തിയാലും അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോരെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇൻഡിവിജ്വേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരാണ്, നമുക്ക് ഓരോരുത്തർക്കും ഒരു ഐഡൻറ്റിറ്റി കർത്താവ് ജനിക്കുമ്പോൾ തന്നെ തന്നിട്ടുണ്ട്. ഉണ്ടോ മക്കളെ? ഈശോയുടെ ഐഡൻറ്റിറ്റിയെ ഒന്ന് നമുക്ക് ആലോചിച്ച് നോക്കി. ഈശോയുടെ ഐഡൻറ്റിറ്റി എന്നാൽ കൊച്ച് ജനിച്ചപ്പോൾ തന്നെ അവൻ്റെ ഐഡൻറ്റിറ്റി ക്ലാരിറ്റി മാലാഖമാർ കൊടുക്കുന്നുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ
സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അപ്പൊ ഈ ശാന്തി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം കിട്ടും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഇവൻ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ദൈവപുത്രനായ ഈശോയാണെന്ന് മാലാഖമാരെ വെളിപ്പെടുത്തുകയാണ്. അതൊരു ഐഡന്റിറ്റിയുടെ ആരംഭം മാത്രമേ ആയുള്ളൂ. ഞാനും നീയൊക്കെ ജനിച്ചു വീഴുമ്പോൾ ഇങ്ങനെ മാലാഖമാർ സത്യമായിട്ടും പാടിയിട്ടുണ്ട്. പൊന്നുമക്കളെ, എന്നെക്കുറിച്ച് സ്വർഗം സന്തോഷിച്ചിട്ടുണ്ട്. എന്നെക്കുറിച്ച് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു, ജനതകൾക്ക് പ്രവാചകനായിട്ട് ഞാൻ നിന്നെ അയച്ചിരിക്കുന്നു. ഈ പ്രവാചക ദൗത്യത്തോടു കൂടിയാണ് ഞാനും നിങ്ങളും ജനിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ ഐഡന്റിറ്റിയെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രീതിയിൽ വളരുന്നൊരു മകൻ, അപ്പം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന് വെച്ചാൽ അവന് ദൈവം കൊടുത്ത ആ ഇൻഫ്യൂസ്ഡ് ഫെയ്ത്ത്, ഒരു ഇൻഫ്യൂസ്ഡ് ഫെയ്ത്ത്, അക്വയർഡ് ഫെയ്ത്ത്. അപ്പം മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളർന്ന ആ മോൻ ദൈവത്തിൻ്റെ പ്രീതിക്ക് അനുസരിച്ച് വളർന്ന് ഡെവലപ്പ് ചെയ്ത് മാക്സിമത്തിൽ സമർപ്പിക്കുന്ന ഒരു മകനെ നമുക്ക് ഈശോയിൽ കാണാൻ പറ്റും. അപ്പോൾ അത് പിന്നീട് നമ്മൾ യുവാവായ കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും. ഞാനും അപ്പനും ഒന്നാണ്, എന്നെ കാണുന്നവൻ അപ്പനെ കാണുന്നു, അപ്പനെ കാണുന്നവൻ എന്നെ കാണുന്നു. എന്ത് രസം അത് നോക്കി, ഞാൻ അപ്പനിലാണ്, അപ്പൻ എന്നിലാണ്. അപ്പം നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നിൽ വസിക്കാനാ. നിങ്ങൾ എന്നിൽ വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് എല്ലാം തരും എന്ന് ഈശോ പറയുന്നില്ലേ. അപ്പോൾ അത് എന്ത് രസമാണ് കർത്താവിൻ്റെ ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. ഇത് തന്നെയല്ലേ മക്കളെ നമ്മുടെ റിലീജിയസ് ഐഡന്റിറ്റി. അപ്പോൾ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ അതിന് നമ്പർ ഓഫ് മെനി പീസസ് ആർ ദർ. ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ നോക്കി, ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആരാണ്, എനിക്ക് എന്തൊക്കെയുണ്ട്, എൻ്റെ സാധ്യതകൾ എന്താണ്, ഞാൻ എവിടേക്കാ പോണേ, എന്തിനാ ഞാൻ ജീവിക്കണേ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർന്ന ഒരൊറ്റ സാധനമാണ് ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പല ഫേസസിലൂടെ ഒരു മനുഷ്യൻ ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ആലോചിക്കുക, പൊളിറ്റിക്കൽ ഐഡന്റിറ്റി, റിലീജിയസ് ഐഡന്റിറ്റി, ഇൻ്റലക്ച്വൽ ഐഡന്റിറ്റി, സോഷ്യൽ ഐഡന്റിറ്റി, ഇങ്ങനെ റിലേഷൻഷിപ്പ് ഐഡന്റിറ്റി, സെക്ഷൽ ഐഡന്റിറ്റി, കൾച്ചറൽ ഐഡന്റിറ്റി, പേഴ്സണാലിറ്റി, ഫിസിക്കൽ ഐഡന്റിറ്റി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചേർന്നതാണ് ഐഡന്റിറ്റി. മൊത്തത്തിൽ നമുക്ക് കാണുമ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇതെല്ലാം കൂടിയതാണ് നമ്മുടെ ഐഡന്റിറ്റി. ഇനി ഈ ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചില ക്രൈസിസ് വന്നു കയറാൻ ഇടയുണ്ട്. ഇത് നമുക്ക് പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞന്മാർ പലരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലൂടെ ഞാൻ പോകുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പോകുന്നില്ല. കാരണം അങ്ങനെ പോകാൻ ഒരുപാട് സമയം വേണ്ടി വരും. വളരെ അത്യാവശ്യമുള്ള കുറച്ച് പോയിന്റ്സ് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഐഡന്റിറ്റി ക്രൈസിസിനെ നമുക്ക് ഇത്തരത്തിൽ കാണാം. ഒന്നാമതായിട്ട് സൈക്കോ സോഷ്യൽ മൊറട്ടോറിയം എന്താണെന്ന് ഞാൻ പറയാം. രണ്ടാമതായിട്ട് ഐഡന്റിറ്റി ക്രൈസിസ് ദ പീരീഡ് ഓഫ് എക്സ്പ്ലോറേഷനിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ ആണ് നമ്മൾ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. ദെൻ ഐഡന്റിറ്റി കൺഫ്യൂഷൻ. ഈ ഐഡന്റിറ്റി ക്രൈസിസിനെ നമ്മൾ അഭിമുഖീകരിക്കുന്ന വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ചില കൺഫ്യൂഷൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ചില മനുഷ്യരെ സംബന്ധിച്ച് ക്രൈസിസേ ഇല്ല. കാരണം എന്താ? അവർ പറയാം, സം ഓഫ് ഡു നോട്ട് എക്സ്പീരിയൻസ് ക്രൈസിസ് അറ്റ് ഓൾ. അവർക്ക് ഒരു ക്രൈസിസും ഇല്ല. കാരണം എന്താ? അവർക്ക് അങ്ങനെ ഒരു ഐഡന്റിറ്റി ഇല്ല, അതുകൊണ്ട് അവർക്കൊരു ക്രൈസിസ് ഇല്ല. ചിലരെ സംബന്ധിച്ച് എന്താണ്? കംപ്ലീറ്റ്ലി ഷാറ്റേർഡ്. ഐഡന്റിറ്റി അന്വേഷിച്ച് അവരെ തന്നെ കൂട്ടത്തിൽ വിട്ടുപോയി. അവർക്ക് നഷ്ടപ്പെട്ടു പോയി. കാരണം ഐഡന്റിറ്റിയുടെ ഉള്ളിൽ അന്വേഷിച്ച് പാഞ്ഞു നടന്ന് സ്വയമായ തനിമയെ നഷ്ടപ്പെടുത്തി ഡയറക്ഷൻലെസ്സായി ഡെസ്പറേറ്റ് ആവുന്ന ആളുകൾ ചിലരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഇങ്ങനെ കാണാം. സം അതേഴ്സ് ഫൈറ്റ് ആൻഡ് വിൻ. അവർ യുദ്ധഭൂമിയിൽ ഫൈറ്റ് ചെയ്ത് ജയിക്കുന്ന ആളുകളാണ് ഈ ഐഡന്റിറ്റി അച്ചീവേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ 3 കൂട്ടരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ചിന്തിക്കാം, എന്താണ് നിന്റെ ഐഡന്റിറ്റി എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അത് കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ത്രൂ എക്സ്പ്ലോറേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ഐഡന്റിറ്റി അന്വേഷിക്കാനുള്ള ഒരു ത്വര നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ജനിക്കുമ്പോൾ തന്നെ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ നമ്മളൊരു കൊച്ചു പട്ടീനെ വളർത്തും. ഈ പട്ടീനെ ഒരു മുറിയിൽ നമ്മളിട്ടേ അതെല്ലായിടത്തും പോയിട്ട് തപ്പിപ്പിടിച്ച് നോക്കും. ഒരു കൊച്ചിനെ ഇട്ടേ ആ കൊച്ചെല്ലായിടത്തും ഇഴഞ്ഞ് ഒരു മണ്ണ് കണ്ട അതെടുത്ത് വായിൽ വെച്ച് നോക്കി എല്ലാം ടേസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. അതൊരു തരത്തിലുള്ള ഇൻഡിവിജ്വേഷൻ പ്രോസസ്സാണ്. അതിന് നൽകപ്പെട്ട ഈ പ്രകൃതിയിൽ അന്വേഷിച്ച് കണ്ടെത്തി എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്തി അതിൻ്റെ തനിമയിലേക്ക് എത്താനുള്ള ഒരു ജാഗ്രതയാണ് കുട്ടിക്കാലം മുതലേ നമ്മളിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഐഡന്റിറ്റി എക്സ്പ്ലോറേഷൻ നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ട്രൈയിങ് ഔട്ട് പോസിബിലിറ്റീസ്.
പലതരത്തിലുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ കാണും. അതൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നമ്മളിപ്പോൾ ഒരു തുണി മേടിക്കാൻ കടയിൽ ചെന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ഒരു ഡ്രസ്സ് ഇട്ട് നോക്കി. അപ്പോൾ നമ്മളോട് പറയും വാഷ്റൂമിൽ പൊക്കോ, അവിടെ ചെന്നിട്ട് നമ്മളൊന്ന് ഇട്ട് നോക്കൂ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കൂ, ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരെണ്ണം ട്രൈ ഔട്ട് ചെയ്യാം. അങ്ങനെ പലതും നമ്മൾ ട്രൈ ഔട്ട് ചെയ്യും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ട്രൈ ഔട്ട് ചെയ്ത് പോസിബിലിറ്റീസ് കണ്ടെത്തി ഫോക്കസിങ് ഓൺ ഗോൾസ്, നമ്മുടെ ഗോളിൽ ഫോക്കസ് ചെയ്ത് അൾട്ടിമേറ്റ്ലി മേക്കിംഗ് അവർ കമ്മിറ്റ്മെൻറ്റ്സ്. അതാണ് ഐഡൻറ്റിറ്റി അച്ചീവ് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത്. എക്സ്പ്ലോർ ചെയ്ത് പോസിബിലിറ്റീസ് ട്രൈ ഔട്ട് ചെയ്ത് ഒരു ഗോളിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ കമ്മിറ്റ്മെൻ്റ് എടുക്കുക. ഇതാണ് ഐഡൻറ്റിറ്റി അച്ചീവേഴ്സിൻ്റെ ഒരു റൂട്ട് ആയിരിക്കേണ്ടത്. ഇതിൽ പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള ജോൺ മാർഷ്യ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഐഡൻറ്റിറ്റി സ്റ്റേറ്റസിനെ കുറിച്ച് പറയുന്നുണ്ട്. വേസ് ഓഫ് റിസോൾവിങ് ദ ഐഡൻറ്റിറ്റി ക്രൈസിസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഐഡൻറ്റിറ്റി എക്സ്പ്ലോറേഷനിൽ നമുക്ക് ക്രൈസിസ് സത്യമായിട്ടുണ്ടാകും. ഈ ക്രൈസിസിനെ സംബന്ധിച്ച് നമ്മൾ ആരും അസ്വസ്ഥപ്പെടേണ്ട. അതാ ഈശോ പറഞ്ഞ് റിലീജിയസ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ റിലീജിയസ് ഐഡൻറ്റിറ്റി ഒരു ഓൺ ഗോയിങ് ഫോർമേഷനാണ്. ഇത്ര ഭാഗ്യപ്പെട്ട സന്താനങ്ങൾ എവിടെയുണ്ട്? ബൈബിൾ പറയണില്ലേ എന്ത് ഭാഗ്യപ്പെട്ട ജനതയാണ് നമ്മളെന്ന്. കാരണം എന്താ? നമുക്ക് ജനിക്കുമ്പോൾ ഒരു മാമോദിസയിലൂടെ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് ക്ലിയർ ആക്കി തരികയാണ്. ആ ഐഡൻറ്റിറ്റി ഇങ്ങനെ ക്ലിയർ ആയിട്ട് നീ ദൈവത്തിൻ്റെ പുത്രനായിട്ട് മാറി, നിനക്കൊരു പ്രതീക്ഷയുള്ള ഒരു ഡ്രീം ഉണ്ട് പൊന്നു മോനെ, നിനക്ക് സ്വർഗത്തിൽ പോകാനുള്ള മോനാണെന്ന് നമ്മൾ വ്യക്തമാക്കി തരികയാണ്. തലതൊട്ടപ്പൻ തലതൊട്ടമ്മയിലൂടെ മാതാപിതാക്കളെ ഒന്ന് അവെയറാക്കി ഈ കുഞ്ഞിന് സിറ്റുവേഷനൊക്കെ ഒരുക്കി അതിനൊരു ഐഡൻറ്റിറ്റി മുദ്രയിടാണ്. അവിടെ നിന്ന് നമ്മൾ യാത്ര ചെയ്തിട്ട് പിന്നെ വരുമ്പോൾ നമുക്ക് ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ പിയർ ഗ്രൂപ്പ് വന്നു, കൂട്ടുകാർ വന്നു, സ്കൂളിംഗ് വന്നു. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ടെൻഷൻസ് ആയി. അപ്പോൾ നമുക്ക് സ്ഥൈര്യലേപനം കിട്ടി. ആത്മധൈര്യത്തിൽ നിന്നെ വളർത്താൻ വേണ്ടി നമുക്ക് സ്ഥൈര്യലേപനം സഭ നമുക്ക് തരികയാണ്. എന്തൊരു സൂപ്പറായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ വളരുന്ന പൊന്നുമക്കളെ. അപ്പോൾ ഈ സ്ഥൈര്യലേപനത്തിലൂടെ കടന്നു വന്ന് ധീരതയോടുകൂടി ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്ത് നമ്മൾ കടന്നു വന്ന് പിന്നത്തെ കൂതാശയിലേക്ക് നമ്മൾ വരികയാണ്. കുംഭസാരം എന്ന കൂതാശയിലൂടെ ജീവിതത്തിൽ തളർന്നും തകർന്നും പോയപ്പോൾ പ്രതീക്ഷയില്ലാതെ കുറ്റബോധത്തിൽ അടിമപ്പെടാതിരിക്കാനായിട്ട് നിനക്ക് അവിടെ കുംഭസാരം തന്നേക്കാണ്. അതൊരു ഏറ്റുപറച്ചിലാണ്. അത് ഇന്നും മീഡിയയിൽ കാണുന്ന പോലെ വെറുതെ അത് എന്തെങ്കിലുമൊക്കെ ഒരു പുലമ്പുന്നതൊന്നും കേട്ടിട്ട് എൻ്റെ പൊന്നുമക്കൾ തിരിഞ്ഞു പോകരുത്. അത് നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റിയെ ക്ലാരിറ്റിയിലേക്ക് നയിക്കാനുള്ള നമ്മുടെ വഴിയാത്രയിലെ കൂട്ടുകാരാണ്, നമ്മളെ നയിക്കുന്നവരാണ് ഈ കൂതാശകൾ. അത് കഴിഞ്ഞ് കുർബാന നമുക്ക് ലഭിച്ചു. ആ കുർബാനയിലൂടെ നമ്മൾ നടന്ന് വളർന്ന് അങ്ങനെ പോയി. പിന്നെ വിവാഹം എന്ന കൂതാശ, അന്ത്യകൂതാശ, അങ്ങനെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമ്മളെ വളർത്താനായിട്ട് ഐഡൻറ്റിറ്റി ക്ലാരിറ്റിയിലേക്ക് എപ്പോഴും നമ്മൾ നടക്കണമെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് കൂതാശകളുടെ പ്രൊട്ടക്ഷനിലാണ് നമ്മൾ വളരുന്നത്. ഞാനും നിങ്ങളും വളർന്നു വന്നിട്ടുള്ളത്. എനിക്ക് സത്യമായിട്ടും പറയാൻ സാധിക്കും, ഞാൻ ഇന്ന് ഈ നിലയിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ സഭാത്മക ജീവിതത്തിൻ്റെ തീക്ഷ്ണതയിലൂടെയുള്ള പോക്കാണ് എന്നെ ഈ നിലയിൽ ഇന്ന് എത്തിച്ചിട്ടുള്ളത്. ഞാൻ നടന്നു വന്ന വഴിയിൽ എന്നെ സഹായിച്ച വൈദികരും സിസ്റ്റേഴ്സും മാതാപിതാക്കളും ആ ചർച്ചിൻ്റെ പ്രൊട്ടക്ഷനിലൂടെ വളർന്നു വന്നതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് എനിക്ക് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് പലപ്പോഴും ഞാൻ നന്ദിയോടെ ഓർക്കാറുണ്ട്. അപ്പോൾ മക്കളെ, വീണ്ടും നമ്മൾ ജോൺ മാർഷ്യ പറയാണ്, നമ്മളുടെ ഐഡൻറ്റിറ്റി ക്രൈസിസിനെ നമുക്ക് റിസോൾവ് ചെയ്യണമെങ്കിൽ അതിന് ചില വഴികൾ പറഞ്ഞു തരാണ്. ഞാൻ പറഞ്ഞു, ഒന്ന് എക്സ്പ്ലോറേഷനാണ്, ഒന്ന് കമ്മിറ്റ്മെൻ്റാണ്. ഇനി ഇതിൽ നമുക്ക് കേരളത്തിൻ്റെ പ്രത്യേക അവസ്ഥയിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഐഡൻറ്റിറ്റി ചിലർക്ക് അങ്ങനെ ഉണ്ടെന്നൊരു ബോധ്യമില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഐ ബിലീവ്. എന്താ ഞാൻ വിശ്വസിക്കണേന്ന് തന്നെ ബോധ്യമില്ല. കാറ്റീസിനൊക്കെ പോകുന്നുണ്ട്, ഓൾട്ടർ ഗേളാണ്, ഓൾട്ടർ ബോയ് ആണ്, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്കറിയാൻ പാടില്ല എന്തുട്ട് ഞാൻ വിശ്വസിക്കണേന്ന്. നമുക്കറിയാം നമ്മുടെ സഭ എത്ര മനോഹരമായിട്ടാണ് UK തന്നേക്കണേ. അതൊക്കെ വായിച്ച് പഠിക്കണം. അപ്പോൾ വായിച്ച് പഠിക്കാൻ നമുക്ക് അവസരം തന്നെ. കാറ്റീസം ഡിപ്പാർട്ട്മെൻറ്റ് എന്തുമാത്രം കഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് ഈ ബോധ്യം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ജീവിതബന്ധിയായ വിശ്വാസത്തെ വളർത്താനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ലോകത്തിൻ്റെ അറിവ് കൊണ്ട് നമ്മൾ വീർപ്പുമുട്ടുകയാണ് എന്ന്. എന്നാൽ നമ്മുടെ ഉള്ളിൻ്റെ അനുഭവം, ആത്മീയതയുടെ അനുഭവം നമുക്ക് കിട്ടുന്നില്ല. സഭയിലൂടെ യാത്ര ചെയ്തിട്ട് നമുക്ക് കിട്ടാത്തൊരവസ്ഥ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് ഐ ബിലീവ്. അതാണ് ഡിഫ്യൂസ്ഡ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇതിപ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ട്, എഞ്ചിനീയർ ആവണം. പക്ഷേ എഞ്ചിനീയർ ആവണം എനിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ലൈഫ് അത് കൺഫ്യൂസ്ഡാണ്. അതും സൈക്കോളജിക്കലി അങ്ങനെ തന്നെ, റിലീജിയസ്ലി അങ്ങനെ തന്നെ. രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്തും കാണാനായിട്ട് സാധിക്കും. മറ്റൊരു ഗ്രൂപ്പാണ് ഫോർക്ലോസ്ഡ് ഐഡൻറ്റിറ്റി. നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് മീൻസ് കുട്ടിക്കാലം മുതലേ എനിക്കറിയാം ഞാൻ ആരാകണമെന്ന്, ഞാൻ എന്തായി തീരണമെന്ന് എനിക്കറിയാം. കുട്ടിക്കാലം മുതൽ എൻ്റെ പാരൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഡോക്ടർ ആവാനുള്ള മോളാണ്, നിനക്ക് നല്ലോണം പഠിക്കാനൊക്കെ പറ്റും, നീ ഡോക്ടർ ആകണം, അല്ലെങ്കിൽ നീ സയൻറ്റിസ്റ്റ് ആവണം.
അല്ലെങ്കിൽ നീ എഞ്ചിനീയർ ആവണം. ഇങ്ങനെ പലതരത്തിൽ നേരത്തെ കുട്ടി എനിക്കൊരു പതക്കം ഉണ്ടാക്കി തന്നേക്കാണ് നെറ്റിയിൽ. അത് നമ്മൾ ഒരു പെട്ടിയിലിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുക. എന്നിട്ടാണ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യണേ പോസിബിലിറ്റീസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ എന്താണ്, എക്സ്പ്ലോറേഷൻ കഴിഞ്ഞു, ഇനി എക്സ്പ്ലോറേഷൻ ഇല്ല. 5 വയസ്സായപ്പോൾ കുട്ടിക്ക് പാരൻസ് മനസ്സിലാക്കി കൊടുത്ത് ഒരു പെട്ടിയിലാക്കിയേക്കുക. അതിനെ ഒരു എലീനെ കെണിപ്പെടുന്നത് പോലെ പെട്ടിയിലാക്കിയേക്കാണ്. ചില സാഹചര്യങ്ങളിൽ റിലീജിയസ് ഐഡൻറ്റിറ്റി ഇങ്ങനെ ആയി പോകുന്നുണ്ട്. ഞാൻ അപ്പൻ്റെ അമ്മയുടെയും ക്രിസ്ത്യാനി കുട്ടിയായിട്ട് ഞാൻ ജനിച്ചതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് യൂത്തിനെ ഞാൻ കാണാറുണ്ട്. എൻ്റെ പൊന്നുമക്കൾ, എന്ത് പരാജയമാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങൾ അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്ത്യാനിയാകാൻ വിളിക്കപ്പെട്ടവരല്ല. നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ കർത്താവിൻ്റെ മക്കള് നിന്റെ ഉള്ളിൽ വസിക്കുന്നല്ല, പുറത്തുള്ളവനേക്കാൾ ശക്തനായവൻ നിന്റെ ഉള്ളിൽ വസിക്കുന്നു. ഈ ഉള്ളിലുള്ളവനെ അന്വേഷിച്ച് കണ്ടെത്തി നിന്റെ ഐഡന്റിറ്റി അവൻ്റെ ഐഡന്റിറ്റിയോട് കൂടി കൂട്ടിച്ചേർക്കണം. എന്നിട്ട് നീ പുറത്തുള്ള വേൾഡ്ലി ഐഡന്റിറ്റിയിലേക്ക് നീ പോ. അപ്പം നിനക്ക് ഈ ഫോർക്ലോസ്ഡ് ഐഡന്റിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സൈക്കോളജിയുടെ ഭാഷയിൽ പറയുന്നതാണ് ഫോർക്ലോസ്ഡ് ഐഡന്റിറ്റി ഇൻ സൈക്കോളജിക്കൽ വ്യൂ. അതായത് എൻ്റെ ഫോക്കസ്ഡ് ഗോൾ എന്താണെന്നുള്ളത് പണ്ടേ എനിക്ക് ആരാണ്ടൊക്കെ പറഞ്ഞു തന്നത് ഞാൻ ആവും എന്ന് പറഞ്ഞ് ഇങ്ങനെ വിദ്യാധാരണയിൽ ഞാൻ നടക്കുക. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മക്കൾ അറിയണ്ടോ? എക്സ്പ്ലോറേഷൻ ഇല്ല, പക്ഷെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഡോക്ടർ ആവാനാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി രാവും പകലും കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുക. പക്ഷേ ദർ ഈസ് കമ്മിറ്റ്മെൻറ്റ്, ബട്ട് എക്സ്പ്ലോറേഷൻ ഇല്ല. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് തന്നെയാണ് റിലീജിയസ് ഐഡന്റിറ്റിയിൽ പറയുന്നത്, ഫോർക്ലോസ്ഡ് ഐഡന്റിറ്റി. നീ ഒരു ക്രിസ്ത്യാനിയാണ്, അപ്പൻ്റെ അമ്മയും ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനി ആകണം എന്നുള്ള ധാരണയിൽ ഞാനിങ്ങനെ നടക്കുക. എന്നിട്ട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, പക്ഷേ എനിക്കൊരു അനുഭവം കിട്ടുന്നില്ല, കർത്താവിൻ്റെ അനുഭവം കിട്ടുന്നില്ല. കാരണം അവിടെ എക്സ്പ്ലോറേഷൻ ഇല്ല. നീ ജീസസ് ക്രൈസ്റ്റിനെ പേഴ്സണലൈസ് ചെയ്യണം. പേഴ്സണലായിട്ട് നീ കർത്താവിനെ അനുഭവിക്കണം. തോമസിനോട് പറഞ്ഞില്ല, ഇത്ര നാൾ നീ എൻ്റെ കൂടെ നടന്നിട്ട് എന്നെ അറിഞ്ഞില്ലടാ മോനെ എന്ന് ഈശോ ചോദിക്കുന്നില്ലേ? അപ്പോൾ ഞാനാണ് നിൻ്റെ കൂടെ നടക്കണേ എന്ന് പറയുന്ന ആ കർത്താവിൻ്റെ അനുഭവം എനിക്ക് വ്യക്തിപരമായിട്ട് കിട്ടണമെങ്കിൽ യു ഷുഡ് സെർച്ച്. നീ എപ്പോഴും സെർച്ച് ചെയ്യണം. അത് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ പോരാ, ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ സെർച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഫോർക്ലോസ്ഡ് ഐഡൻറ്റിറ്റിയിൽ നിന്ന് വിടുതൽ കിട്ടും എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ഞാൻ എഞ്ചിനീയർ ആവണമെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ചാവണ്ട. എഞ്ചിനീയർ ആവാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടോ? എനിക്ക് അതിനുള്ള കമ്മിറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നീ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുമോനെ. പലരും ഈ ഐഡൻറ്റിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നതിന് തലയൊന്ന് വെട്ടി ഇങ്ങനെ വരച്ച്, ഇവിടെ ഇത്തിരി മുടി വെച്ച്, അല്ലെങ്കിൽ ഒരു ഐ ലവ് യു വെച്ച്, അങ്ങനെ എന്തെല്ലാം തരത്തിലാണ് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ അന്വേഷിച്ച് പോകുന്നത്. കുറച്ച് നാൾ അങ്ങനെ വെട്ടി വെച്ചപ്പോൾ മനസ്സിലായി ഇതിലൊന്നും ഒരു ഐഡൻറ്റിറ്റി കിട്ടുന്നില്ല, ഒരു സന്തോഷം കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അത് മാറ്റിക്കളഞ്ഞു. ഞാൻ അതിനെ കുറ്റപ്പെടുത്തില്ല. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് മാറി 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 വന്ന് നിങ്ങളൊരു പ്യുവറായിട്ടുള്ള അച്ചീവ്ഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിനെ, ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ഐഡൻറ്റിറ്റിനെ നിങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴാണ് നിങ്ങളിൽ യഥാർത്ഥത്തിൽ ക്രിസ്തു രൂപപ്പെടുക. അപ്പോൾ ലോകത്തിൽ കൂടെ തന്നെ നടന്ന് ഒരു കുഴപ്പമില്ല. ലോകത്തിൽ നടന്ന് കളഞ്ഞ് ലോകത്തിന് അനുരൂപരാകാതെ, ഈശോ പറഞ്ഞില്ലേ, ഞാൻ ലോകത്തിലായിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളോട് ഇതൊക്കെ പറയണേ, ഞാനിവിടെ ഒന്ന് അടുത്ത് തന്നെ പോവും. അപ്പം നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തതായിട്ട് ജീവിക്കണമെന്നാണ് ശിഷ്യന്മാരുടെ ഈശോ പറയണേ. ഇത് തന്നെയാണ് നമ്മോടും കർത്താവ് പറയാനുള്ളത്. അപ്പം നമുക്ക് ഓർക്കാം, ഇനി എന്താണ് ഈ മൊറട്ടോറിയം? ഐ വാണ്ട് ഡു ദിസ്. അതായത് അവരെ സംബന്ധിച്ച് മൊറട്ടോറിയം ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെയാണ്, കുറച്ച് നേരം ഇത്, കുറച്ച് നേരം അത്. ഇപ്പം എനിക്കിഷ്ടം പച്ച കളറാണ്, നാളെ എനിക്ക് മഞ്ഞ കളറാണ്, മറ്റന്നാൾ എനിക്ക് വെള്ള കളറാണ്. അതായത് ഇന്ന് പറയും അവൻ എഞ്ചിനീയർ ആവണമെന്ന്, നാളെ പറയും ഫാഷൻ ഡിസൈനിങ് പോണത്, മറ്റന്നാൾ പറയും മെഡിസിന് പോണത്. എങ്ങനെ ഇതൊക്കെ പാട് കൂടി ചേരും? അപ്പം നമുക്ക് എക്സ്പ്ലോറേഷൻ നല്ലതാണ്. എക്സ്പ്ലോറേഷൻ തന്നെയായി പോയാൽ നമ്മുടെ ജീവിതം കട്ടപ്പകയാവും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. എക്സ്പ്ലോർ ചെയ്തിട്ട് എന്ത് വേണം? പോസിബിലിറ്റീസൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് അധികം വൈകുന്നതിന് മുമ്പ് നമ്മൾ ഫോക്കസ്ഡ് ഗോളിലേക്ക് എത്തണം പൊന്നുമക്കളെ. ഈ ഫോക്കസ്ഡ് ഗോളിലേക്ക് എത്തിയില്ല എങ്കിൽ നമ്മുടെ ജീവിതം നേടേണ്ട സമയത്ത് നേടേണ്ടതുപോലെ നേടാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകും. അങ്ങനെ നമുക്ക് അപ്പോഴാണ് നമ്മൾ ഐഡൻറ്റിറ്റി അച്ചീവ് ചെയ്യുക. ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഐഡൻറ്റിറ്റി അച്ചീവ് ചെയ്യുക. ഈ ഐഡൻറ്റിറ്റി അച്ചീവ്മെൻറ്റിൽ രണ്ടും ഉണ്ട്, എക്സ്പ്ലോറേഷനും ഉണ്ട്, കമ്മിറ്റ്മെൻറ്റും ഉണ്ട്. എക്സ്പ്ലോർ ചെയ്യുന്നു, അതിനുവേണ്ടി കമ്മിറ്റ് ചെയ്യുന്നു. അടുത്തത് എക്സ്പ്ലോർ ചെയ്യുന്നു, അതിനുവേണ്ടി കമ്മിറ്റ് ചെയ്യുന്നു. പിന്നെ എക്സ്പ്ലോർ ചെയ്യുന്നു, അതിനുവേണ്ടി കമ്മിറ്റ് ചെയ്യുന്നു. ഗോൾ എപ്പോഴും ഒന്നാണ്. ഹൈലി ഫോക്കസ്ഡ് ഗോൾ നിൻ്റെ മുമ്പിൽ കാണണം. നക്ഷത്രം കണ്ടിട്ട് ദീർഘദർശികൾ പോയില്ലേ ഈശോയെ കാണാൻ? ഇടയിൽ വഴിയോര കാഴ്ചകൾ കണ്ടവർ നിന്നില്ല. അവർ ആ ഫോക്കസ്ഡ് ഗോളിലേക്ക് നോക്കി എനിക്ക് കർത്താവിനെ കണ്ടുമുട്ടണമെന്ന് ഒരു യാത്ര ചെയ്തു. നിൻ്റെ ജീവിതത്തിൽ എഞ്ചിനീയർ ആവണമെന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് 2 കൊല്ലം നീ കോളേജിൽ പോയപ്പോഴേക്കും നീ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ പെണ്ണിനോട് ഭയങ്കര പ്രേമം തോന്നി. അതിൻ്റെ പിന്നാലെ ചാടി നടന്ന് അവസാനമായപ്പോൾ ഫസ്റ്റ് ഇയർ പാസ്സാവാനാണ് സാധാരണ ബുദ്ധിമുട്ട്. അതെല്ലാം പാസ്സായി ചെക്കനാ. സെക്കൻഡ് ഇയർ വന്നപ്പോൾ ഒരു പെണ്ണിനെ പിടിച്ച് പ്രേമിച്ചതോടുകൂടി അവൻ തൊപ്പിട്ട് എഞ്ചിനീയറിംഗും ഇല്ല, ഒന്നുമില്ല. തേർഡ് ഇയർ ആയപ്പോഴേക്കും നിരാശയ്ക്ക് അടിമപ്പെട്ട് ഡിപ്രസീവ് പേഷ്യൻ്റായിട്ട് അവൻ മാറി.
നിങ്ങളൊന്ന് ആലോചിക്കുക. പെണ്ണാണെങ്കിലോ 1-2 കൊല്ലം കൊണ്ട് കൂടെ കഴിഞ്ഞാടിയൊക്കെ നടന്ന് അത് കഴിഞ്ഞപ്പോൾ അവൾ അവളുടെ വഴിക്ക് പോയി. പഠിക്കാത്തൊരു ചെക്കനെ എനിക്ക് വേണ്ടാന്നായി അവൾ വേറെ വഴിക്ക് വേറെ ചെക്കനെ വന്നപ്പോൾ ഇതിനേലും നല്ലതിനെ കണ്ടപ്പോൾ അവൾ പോയി. ഇവൻ്റെ ജീവിതം കോഞ്ഞാട്ടയായി. എൻ്റെ പൊന്നുമക്കളെ, ഇതാണ് ഞാൻ പറഞ്ഞ ഫോക്കസ്ഡ് ഗോൾ നമുക്കില്ല എങ്കിൽ നമ്മുടെ ജീവിതം പരാജയപ്പെടും. അതാണ് ഐഡൻറ്റിറ്റി അച്ചീവ്മെൻറ്റ്. അപ്പോൾ ഐഡൻറ്റിറ്റി അച്ചീവേഴ്സ് ആവാനായിട്ട് നമുക്ക് ശ്രമിക്കണം. മൊറട്ടോറി ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ മാറ്റുക. 2 ദിവസത്തേക്ക് ഇത് 2 ദിവസത്തേക്ക് ഇത് എന്ന് പറഞ്ഞ് മാറി മറിഞ്ഞ് നടക്കുന്ന പ്രകൃതി ഉണ്ടെങ്കിൽ അത് മാറ്റണം. രണ്ടാമത്തെ കാര്യം ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ. ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ പറഞ്ഞത് എപ്പോഴാണ് മക്കളെ? ഈ ഐഡൻറ്റിറ്റി അച്ചീവേഴ്സ് ആവാണ്ട് വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. കാരണം എക്സ്പ്ലോർ ചെയ്തിങ്ങനെ നടക്കുക, ഒന്നും അതിൽ കമ്മിറ്റ്മെൻ്റ് എടുക്കാൻ തയ്യാറില്ല. അപ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആകുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകും. അപ്പം നമുക്ക് ഐഡൻറ്റിറ്റി അച്ചീവേഴ്സ് ആവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഐഡൻറ്റിറ്റി അച്ചീവേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മളറിയാം, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് നമ്മളറിയാം, നമ്മുടെ ത്രെറ്റ് എന്താണെന്ന് നമ്മളറിയാം. മനസ്സിലായോ? നമ്മുടെ പോസിബിലിറ്റീസ് എന്താണെന്ന് നമ്മളറിയാം. ഈ 4 കാര്യം നമ്മൾ മനസ്സിലാക്കുക. എനിക്ക് എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ട്? കാരണം ഓരോ മനുഷ്യരും യുണീക്കായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. ആ യുണീക്ക് പേഴ്സണാലിറ്റീനെ നമ്മൾ ആസ്വദിക്കാനായിട്ട് നമുക്ക് പറ്റണം. ആ യുണീക്ക്നെസ് അനുസരിച്ച് നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള ഗോൾ നമ്മൾ സെറ്റ് ചെയ്യണം. അതിന് പറ്റിയിട്ടുള്ള വിഷൻ നമ്മൾ സെറ്റ് ചെയ്യണം. അതിന് വേണ്ട രീതിയിൽ മിഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ബിസിനസ്സുകാരനാവണം. എൻ്റെ കുടുംബം നോക്കാൻ മാത്രം എനിക്ക് ബിസിനസ്സുകാരനാവാം. ചിലപ്പോൾ ആ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ പേറ്റൻ്റൊക്കെ മേടിച്ച് വലിയൊരു ബിസിനസ് എംപയർ എനിക്ക് ഉണ്ടാക്കാം. 2 തരത്തിലാണ് നമ്മുടെ ഔട്ട്ലുക്ക് പോകേണ്ടത്. അപ്പോൾ അതിലൂടെ ഏത് കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോഴും നമ്മുടെ മെയിൻ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ടു ബിക്കം അനദർ ജീസസ് ക്രൈസ്റ്റ്, അല്ലേ? കർത്താവിനെ പോലെയാകാൻ വിളിക്കപ്പെട്ടവരാണെന്നാണ് യോഹന്നാൻ ശ്ലീഹ നമ്മളോട് പറഞ്ഞു. കുഞ്ഞുമക്കളെ, നമ്മൾ ആരായി തീരുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, പക്ഷേ നമ്മളൊക്കെ വീണ്ടും അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മളൊക്കെ അവനെ പോലെയാകും. ആ ഒരു സാധ്യത നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. നമ്മളൊക്കെ ഓരോരുത്തരും ഒരു മിനിയേച്ചർ ഫോം ഓഫ് ഗോഡാണ്. ഈ മിനിയേച്ചർ ഫോം ഓഫ് ഗോഡ് ഈ ലോകത്ത് കിടന്ന് നടക്കുമ്പോൾ മറ്റുള്ളവർ കർത്താവിനെ കാണാനായിട്ട് പറ്റണം. അതല്ലേ നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞത്, അഷ്ടഭാഗ്യങ്ങൾ മത്തായി ശ്ലീഹയുടെ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു നോക്കി. അഷ്ടഭാഗ്യങ്ങളാണ് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് എന്നാണ് പോപ്പ് പറഞ്ഞിട്ടുള്ളത്. ഈ ഐഡൻറ്റിറ്റി കാർഡ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കണം. നിങ്ങൾക്കറിയാവുന്നതാണ്, ആത്മാവിൽ 8 ഭാഗ്യങ്ങളെ കുറിച്ചാണ് പറയണേ. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കണം. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ സ്വർഗ്ഗരാജ്യം അവരുടേതാണ് എന്ന് തുടങ്ങി, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും എന്ന് തുടങ്ങി, കരുണയുള്ളവർ, ശാന്തശീലർ, സമാധാനം സ്ഥാപിക്കുന്നവർ, നീതിക്ക് വേണ്ടി പീഡ സഹിക്കുന്നവർ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 8 ഭാഗ്യങ്ങൾ. ഈ അഷ്ടഭാഗ്യങ്ങളാണ് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ്. ഈ ഐഡൻറ്റിറ്റി കാർഡ് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ട് വേണം എൻ്റെ സൈക്കോളജിക്കൽ ഐഡൻറ്റിറ്റി, ഇൻ്റലക്ച്വൽ ഐഡൻറ്റിറ്റി, സോഷ്യൽ ഐഡൻറ്റിറ്റി, റിലേഷൻഷിപ്പ് ഐഡൻറ്റിറ്റി നമ്മൾ കീപ്പ് ചെയ്യാൻ. ഇതൊന്നുമില്ലാതെ റിലേഷൻഷിപ്പ് ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മൾ പോയാലോ പൊന്നുമക്കളെ, നമ്മുടെ ജീവിതം തകരാറിലാകും. അപ്പോൾ നമ്മൾ റിലീജിയസ് ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ പേഴ്സണൽ ഐഡൻറ്റിറ്റിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. അത് നിൻ്റെ ജീവിതത്തെയും നിൻ്റെ വ്യക്തി ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും പരാജയപ്പെടുത്താൻ ഇടവരും എന്നുകൂടി എൻ്റെ കുഞ്ഞനുജന്മാരും കുഞ്ഞനുജത്തിമാരും ഓർത്തു വെക്കണം. അപ്പോൾ നമുക്കൊരിക്കൽ കൂടി ഇങ്ങനെ അതിനെ സംഹരിക്കാം. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞില്ലേ, കുഞ്ഞുമക്കളെ, നമ്മൾ ആരായി തീരുമെന്ന് ഇതുവരെ അറിഞ്ഞുകൂടാ, അവൻ വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ അവനെ പോലെയാകാൻ നമുക്കും സാധിക്കുമെന്ന്. ഈ പോസിബിലിറ്റീസ് മനസ്സിൽ സൂക്ഷിച്ച് നമ്മുടെ സൈക്കോളജിക്കൽ ഐഡൻറ്റിറ്റി, സ്പിരിച്വൽ ഐഡൻറ്റിറ്റി, റിലീജിയസ് ഐഡൻറ്റിറ്റി, ഫിസിക്കൽ ഐഡൻറ്റിറ്റി, ഇൻ്റലക്ച്വൽ ഐഡൻറ്റിറ്റി, റിലേഷൻഷിപ്പ് ഐഡൻറ്റിറ്റി, ഇതെല്ലാം നമുക്ക് ഫോക്കസ് ചെയ്യണം. അതിലൂടെ നമ്മൾ റെഡിയാക്കിയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ അന്വേഷിക്കാൻ. അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിലോ ആ ഫോക്കസ്ഡ് ഗോളിലേക്ക് എൻ്റെ പൊന്നുമക്കൾക്ക് എത്താൻ സാധിക്കുമെന്ന് ഒരു വല്യേച്ചിയെ പോലെ അല്ലെങ്കിൽ കുഞ്ഞേച്ചിയെ പോലെ മക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതയാത്രയിൽ തമ്പുരാൻ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകട്ടെ. ഐഡൻറ്റിറ്റി ക്ലാരിറ്റിയോടുകൂടി ഐഡൻറ്റിറ്റി അച്ചീവ് ചെയ്യാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.